ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷം മാമ്പഴം പഴുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കിയത്. മക്കളെല്ലാം മുന്നേ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ അത് വെച്ചൊരു പച്ചടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പോകാൻ വീഡിയോയിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ മാങ്ങയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊളിച്ച് കഴിഞ്ഞ് നമുക്കിങ്ങനെ മാങ്ങാ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് വരാം കേട്ടോ. അങ്ങനെ മാങ്ങയുടെ തൊലിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കൈ വെച്ച് നന്നായി ഞെരടി എടുക്കണം ഇതിനെ. എന്നാലേ നമുക്ക് മാമ്പഴത്തിൻ്റെ ആ ഒരു ജ്യൂസെല്ലാം നമുക്കൊരു ഇതായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് ഈ മാമ്പഴത്തിന് തന്നെ ഉണ്ടാവും. നമ്മൾ ഇത് ഉപ്പിട്ട വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് മാമ്പഴത്തിന് തന്നെ ഉപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഉപ്പിടാതെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കൈ വെച്ച് നന്നായി ഞെരടിയെടുക്കാം. ഞെരടിയെടുത്ത് ആ ജ്യൂസ് എല്ലാം ഇങ്ങനെ ഇതായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടി അരച്ചിട്ട് ചേർക്കണം ഇതിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്കിനി ഇത് പഞ്ചസാരയിലോട്ട് ഞെരടി വെച്ചതിന് ശേഷം നമുക്കത് തേങ്ങ എല്ലാം അരച്ചിട്ട് വരാം. ഒന്ന് നന്നായി ഞെരടിയെടുക്കണം. അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഇതായിട്ട് കിട്ടണം. നമുക്ക് പച്ചടിയിൽ അതാണ് ഇതിൻ്റെ പ്രധാനം. കണ്ടില്ലേ? അപ്പോൾ തേങ്ങയും പച്ചമുളകും കൂടി അരച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടുള്ള പച്ചടിയാണ്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഇതിൻ്റെ ജാറിൻ്റെ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി. ഇനിയിപ്പോൾ ഇത് വെച്ചൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്കിതിനെ താളിച്ചിടുകയും കൂടി ചെയ്യുമ്പോൾ നമ്മളെ മാമ്പഴ പച്ചടി റെഡിയാകും. നല്ല സെറ്റായി വന്നു. പച്ചടിക്ക് താളിച്ചിടാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കൊരു 3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ പച്ചടിയിലോട്ട് ഇട്ട് തിരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇളക്കി സെറ്റായി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് കരിഞ്ഞ് വെക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി സെറ്റാക്കി ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ടല്ലേ, നമ്മളെ മാമ്പഴ പച്ചടി റെഡിയായി കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെ വറവും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി മാങ്ങ പച്ചടിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഇല്ലാത്ത ദിവസങ്ങളിലും എടുത്ത് നമുക്ക് മാങ്ങ പച്ചടി ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ ശരിക്കും മാമ്പഴ പച്ചടി പോലെ തന്നെയല്ലേ? പോലെയൊന്നുമല്ല, ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാമ്പഴമില്ല സമയത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഉപകരിക്കാം. നമുക്ക് ഇതിനോട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. പുളിശ്ശേരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മാമ്പഴ പച്ചടി കണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടല്ലേ, നല്ല ടേസ്റ്റിലുണ്ട്. അങ്ങനെ നമ്മളെ പച്ചടി കണ്ടല്ലോ, മാമ്പഴ പച്ചടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.